നമസ്കാരം. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം രാജ്യമാകെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം, ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും വേണ്ടത്ര സുരക്ഷ ഒരുക്കണം എന്നീ ആവശ്യങ്ങളുമായി ഡോക്ടർമാരുടെ സംഘടനകളടക്കം വലിയ പ്രതിഷേധങ്ങളായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ തൂക്കിക്കൊല്ലണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രതിയായ സഞ്ജയ് റോയ്. കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതിയുടെ പ്രതികരണം. ഇതിനു മുൻപും സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അമ്മയോടും സഹോദരിയോടും ഭാര്യമാരോടുമെല്ലാം വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് പ്രതി തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. 33-കാരനായ ഇയാൾ 4 തവണ വിവാഹം കഴിച്ചതായാണ് വിവരം. ഭാര്യമാരെ ദേഹോപദ്രവമേൽപ്പിക്കുന്നത് ഇയാൾക്കൊരു ഹരമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളവും മാത്രമായിരുന്നുവെന്നും അയൽക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. ബെഹാലിയിൽ നിന്നാണ് ആദ്യം ഇയാൾ വിവാഹം കഴിച്ചത്. പാർക്ക് സർക്കസിൽ നിന്നും, ബറാക്പൂരിൽ നിന്നും, അലിപ്പൂരിൽ നിന്നും പിന്നെയും വിവാഹങ്ങൾ ഇയാൾ കഴിക്കുകയായിരുന്നു. 4ാമത്തെ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് ഭാര്യ മാതാവ് പ്രതിക്കെതിരെ കാളിഘട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സ്ത്രീ വിഷയത്തിൽ തൽപരനായിരുന്ന പ്രതിയുടെ മൊബൈലിൽ നിന്ന് നീലച്ചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യന് കണ്ടു നിൽക്കാവുന്ന തരം വീഡിയോകളല്ല അതൊന്നും. അതിക്രൂരമായ ബലാത്സംഗ വീഡിയോകളാണ് പ്രതി സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നത്. പ്രതിയുടെ മാനസിക നിലയോർത്ത് ഞെട്ടിയെന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ നിന്നാണ് PG മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അതിക്രൂര പീഡനമാണ് നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി വിദ്യാർത്ഥിയുടെ കഴുത്തിൽ ഞെരിച്ചമർത്തിയാണ് കൃത്യം നടപ്പാക്കിയത്. തൈറോയ്ഡ് ഗ്രന്ഥി തകർക്കപ്പെട്ടിരുന്നു. വയറ്, ചുണ്ട്, വിരലുകൾ, ഇടതുകാൽ തുടങ്ങി ശരീരമാസകലം ഗുരുതര പരിക്കാണ് ഉണ്ടായിരുന്നത്. മൂക്കും വായും പൊത്തിപ്പിടിച്ച് തല ഭിത്തിയിൽ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥി ശബ്ദമുണ്ടാക്കാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്തത്. മുഖത്ത് നഖം കൊണ്ടുണ്ടായ മുറിവുകളും ഉണ്ടായിരുന്നു. 2 കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നിരുന്നു. സാഗ് ന്യൂസിന്റെ അഭിപ്രായത്തിൽ പ്രതിയുടെ ആഗ്രഹം തന്നെ നിറവേറണം എന്നാണ് പറയാനുള്ളത്. തൂക്കിക്കൊല്ലുക തന്നെ വേണം. Entertainment needs information. That's SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.